ആറന്മുളയിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഇന്ന് വെള്ളം കയറിയതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തുന്നവരുടെ എണ്ണം കൂടി. വീടിന് രണ്ടാം നിലയിൽ നിന്നിരുന്ന ചിലർ ക്യാമ്പുകളിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഓഡിറ്റോറിയങ്ങളും ക്ലാസ് മുറികളും പ്രത്യേകം സജ്ജീകരിച്ചാണ് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കോഴഞ്ചേരിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് റാഹി സുഷിത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അരുൺകുമാർ, കോഴഞ്ചേരിയിലെ സെൻറ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ ക്യാമ്പിലാണ് നമ്മളുള്ളത്. കുറച്ച് സമയം മുമ്പ് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. ഓരോ ആളുകൾ അവരുടെ സൗകര്യത്തിനനുസരിച്ച് വന്ന് ഭക്ഷണം കഴിച്ച് പോവുകയാണ്. ഇന്ന് ചപ്പാത്തിയും സാമ്പാറുമാണ്. വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം ഇഷ്ടംപോലെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ ഭക്ഷണങ്ങളുണ്ട്. ചെറിയ കുട്ടികളൊക്കെ നേരത്തെ കഴിച്ചു. ചിലർ കുറച്ച് കഴിഞ്ഞ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇവിടെ പഞ്ചായത്തിൻ്റെ മെമ്പർമാരൊക്കെയാണ് ഈ നിൽക്കുന്നത്. ഈ ഹാളിലാണ് പ്രധാനമായും ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഇവിടെ കഴിയുന്ന ആളുകൾ താമസിക്കുന്നത് ഇവിടെയാണ്. തൊട്ടപ്പുറത്ത് ക്ലാസ് റൂമുകൾ തിരിച്ച് ഒരു റൂം സെറ്റപ്പിൽ ഓരോരുത്തർക്കും അവരുടെ സൗകര്യത്തിനനുസരിച്ച് താമസിക്കാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ ആളുകൾ ഓരോരുത്തരും ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഭക്ഷണം കഴിക്കുകയാണ്. സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി സൗകര്യം, ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ മെമ്പർ ഞങ്ങൾക്കെല്ലാം നല്ല അടുത്തില്ല. വീടൊക്കെ എന്താ അവസ്ഥ? വീടൊക്കെ ഇപ്പം മോശമായിട്ട് കിടക്കുന്നു. വെള്ളം കിടക്കുവാണ്. ഇനിയൊരു എപ്പോഴാണ് ഇറങ്ങുന്നതെന്ന് അറിയത്തില്ല. നല്ല രീതിയിൽ കിടക്കുവാ. ഇപ്പോൾ ആകെ മോശമായിട്ട് കിടക്കുന്നു. അവര് ഇവിടെ സേഫാണ്. പക്ഷേ വീടിൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഒരു അവലാതിയുണ്ട്. ചെറിയ കുട്ടികൾ ഇതിൽ കളിച്ചൊക്കെ നടക്കുന്നുണ്ട്. അവർക്ക് ഉറങ്ങാനുള്ള സമയം ആവുന്നേ ഉള്ളൂ. ഭക്ഷണം കഴിക്കുകയാണ്. കഴിക്കുക. വീട് കണ്ടതില്ല. മൊത്തം പ്രശ്നമായിരിക്കും. വെള്ളം മൊത്തം കയറി കിടക്കുക. ഓർക്കുമ്പോൾ ഒരു സങ്കടം. പിന്നില്ലയോ, ഇത് രണ്ടാമത്തെ വാശ ഒന്നുമല്ല. വെള്ളം കയറിയോ, എന്ത് ചെയ്യാനാ? ഓരോ ആളുകളും കഴിക്കുകയാണ്. അമ്മച്ചി കഴിച്ചോ? ഹാപ്പിയായിട്ട് കഴിക്കുക. ഇതാണ് അരുൺകുമാർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല വീഡിയോകളിലും വന്ന അമ്മച്ചി. അല്ലേ അമ്മച്ചി? ഞാൻ വീഡിയോയിലൊന്നും വന്നില്ല. ഞാനിവിടെ തണുപ്പത്ത് കുത്തി ആദ്യം ഒന്ന് പറഞ്ഞു, പിന്നെ ഒന്നൊക്കെ പറഞ്ഞു, വിവാദമായതാണ്. അമ്മച്ചി അതാണ് ആ അമ്മച്ചി ഈ ക്യാമ്പിലാണ് ഉള്ളത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് മറ്റ് ഇതുവരെ വേറെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ ക്യാമ്പ് പോകുന്നു. ആറന്മുളയിൽ പല സ്ഥലത്തും ഇതുപോലെ ക്യാമ്പുകളുണ്ട്. എല്ലാ ക്യാമ്പുകളും ഏതാണ്ട് ഇത് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അരുൺകുമാർ, തീർച്ചയായിട്ടും ആ ക്യാമ്പുകളൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കട്ടെ. അതിനുള്ള എല്ലാ സഹായങ്ങളും രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും ഒരുമിച്ചിറങ്ങി ഈ ക്യാമ്പുകളിൽ എത്തുന്ന ആളുകൾക്കുള്ള ഭക്ഷണ സൗകര്യങ്ങൾ കൊടുക്കുക, അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ക്യാമ്പുകളിലേക്ക് എത്തിക്കുക, ഇതൊക്കെ അതിവേഗം എല്ലാവരും ചെയ്യേണ്ടതാണ്. വിമർശനങ്ങളും പഴിചാരലും കൊണ്ട് രക്ഷയില്ല. നമുക്ക് ഒരുമിച്ചുള്ള രക്ഷാപ്രവർത്തന ദൗത്യമാണ് വേണ്ടത്. എല്ലാം മറന്ന്, എല്ലാ രാഷ്ട്രീയ വ്യത്യാസങ്ങളും മറന്ന് ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും DYFI ആണെങ്കിലും എല്ലാവരും ഒരുമിച്ച് രംഗത്തിറങ്ങുക.